നമ്മുടെ സ്വന്തം മമ്മൂക്ക വളരെയേറെ വ്യത്യസ്തമായ വേഷത്തിലെത്തുന്ന ഭ്രമയുഗത്തിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഭൂതകാലം എന്ന സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ തിരക്കഥയും സംവിധാനവും ചെയ്യുന്ന ഭ്രമയുഗത്തിന്റെ സെൻസറിംഗിന് ശേഷം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സിനിമാ പ്രേമികൾക്ക് വളരെ സന്തോഷം പകരുന്നതാണ്. ഹൊറർ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 17 മിനിറ്റ് എന്നാണ് അറിയുവാൻ സാധിച്ചത്. ചിത്രത്തിൽ മമ്മൂട്ടി ഏറെ വ്യത്യസ്തമായ വേഷത്തിലാണ് എത്തുന്നത്. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന വേഷം എന്നാണ് അറിയുവാൻ സാധിച്ചത്. സെൻസർ ബോർഡ് അംഗങ്ങളിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. പ്രേക്ഷകരെ ആദ്യം മുതൽ അവസാനം വരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന സിനിമയായിരിക്കും ഭ്രമയുഗം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിലാണ് ചിത്രം റിലീസ് ആകുന്നത്. മമ്മൂട്ടി നെഗറ്റീവ് റോളിലാണ് ചിത്രത്തിൽ എത്തുന്നത്. കുഞ്ഞമ്മൻ പോറ്റി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഭ്രമയുഗത്തിൽ അവതരിപ്പിക്കുന്നത്. നാഗങ്ങൾക്കൊപ്പം കഴിയുന്ന വയസ്സനായ ദുർമന്ത്രവാദിയായിട്ടാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ഞമ്മൻ പോറ്റി എത്തുന്നത്. 2 മണിക്കൂർ 17 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിൽ മമ്മൂട്ടി ചെയ്യുന്ന റോൾ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവൂ എന്നാണ് അറിയുവാൻ സാധിച്ചത്. എന്നാൽ ആ കുറഞ്ഞ സമയം കൊണ്ടുള്ള മമ്മൂട്ടിയുടെ പ്രകടനം കൊണ്ട് ചിത്രം വേറൊരു ലെവലിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ്. ചിത്രത്തിൽ നായക വേഷത്തിൽ എത്തുന്നത് അർജുൻ അശോകനാണ്. സിദ്ധാർത്ഥ് ഭരതൻ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. സംഗീതത്തിന് വലിയൊരു പങ്കുള്ള ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ക്രിസ്റ്റോ സേവ്യർ ആണ്. ചിത്രത്തിന്റെ ഓഡിയോ ട്രാക്ക് ഇതിനോടകം വളരെ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലാണ് ചിത്രം റിലീസ് ആകുന്നത്. കേരളത്തിൽ തന്നെ ചിത്രം 250 മുകളിൽ തിയേറ്ററുകളിൽ റിലീസ് ആകുന്നുണ്ട്. പല രാജ്യങ്ങളിലും ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ജോണർ ആവശ്യപ്പെടുന്നതിന് അനുസരിച്ചുള്ള ഒരു സ്ലോ പേസിലായിരിക്കും ചിത്രത്തിന്റെ കഥ നീങ്ങുന്നത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ നിന്നും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊമോഷനോ തള്ളോ ഇല്ലാതെയാണ് ചിത്രം റിലീസാകാൻ പോകുന്നത്. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഭ്രമയുഗം ഒരു വ്യത്യസ്ത ചിത്രം തന്നെ ആയിരിക്കും. ഭ്രമയുഗം എന്ന ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക.